ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 121 അധ്യായം 3 വാക്യം. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. 121 സങ്കീർത്തനം സൂക്ഷ്മമായി പരിശോധിക്കുക. ആദ്യത്തെ വ്യക്തിയിൽ തുടങ്ങുന്ന ഈ സങ്കീർത്തന വ്യാഖ്യാനം ഞാൻ 3 വാക്യത്തിൽ നിന്ന് 3 വ്യക്തി നിങ്ങളുടെയായി മാറുന്നു. പർവ്വതങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന ദാവീദ് തനിക്ക് നന്മകളെ നൽകി അനുഗ്രഹിച്ച കർത്താവ് തന്റെ ചുറ്റുമുള്ളവർക്ക് അത് ചെയ്യുമെന്ന് മനസ്സിലാക്കുകയും എല്ലാവരോടും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല എന്ന്. ഉത്സവത്തിന് യെരുശലേമിലേക്ക് പോകുന്ന ജനങ്ങൾ അവരുടെ സാധനങ്ങൾ പരിപാലിക്കാൻ അവരുടെ വേലക്കാരോടൊപ്പം വരും. ദാസന്മാർ ഉറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് യജമാനന്മാർ സദാ വേവലാതിപ്പെടും. അവരുടെ സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഉറങ്ങുന്നവരെ മറികടക്കാൻ ഒരു കൂട്ടം കുറുക്കന്മാരുണ്ട്. ഇന്നും കർത്താവ് നമ്മെ നിരീക്ഷിക്കുന്നു. തന്ത്രശാലിയായ കുറുക്കനിൽ നിന്ന്, സാത്താനിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ അവൻ ഉറങ്ങുകയും ചെയ്യുന്നില്ല. അവൻ ഒരിക്കലും ഉറങ്ങുന്നില്ല, അവൻ ഒരിക്കലും മയങ്ങുന്നതുമില്ല. മഹാപ്രളയത്തിന് നാളിൽ അവൻ നോഹയെയും കുടുംബത്തെയും സംരക്ഷിച്ചു. പെരുമഴയ്ക്കും വെള്ളപ്പൊക്കത്തിനുമിടയിലും അവൻ ശക്തമായ പേടകമായി നിന്നു. അവൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭയാനകമായ നാശത്തിൽ നിന്നും അപകടത്തിൽ നിന്നും സംരക്ഷിക്കും. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തകർക്കപ്പെടാൻ അവൻ തന്നെ ഏൽപ്പിച്ചു. സോദോമിന്റെ നാശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ലോത്തിനെ കൈപിടിച്ച് നടത്തിയവൻ നിങ്ങളെ രക്ഷിക്കാൻ തന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 16 വാക്യത്തിൽ കാണാൻ സാധിക്കും. അവൻ നിങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, രാവും പകലും ഇടവിടാതെ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അതുപോലെ തന്നെ ആത്മാവും നമ്മുടെ ബലഹീനതകളിൽ സഹായിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ ആത്മാവ് തന്നെ ഉച്ചരിക്കാൻ കഴിയാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ഇത് റോമർ 8 അധ്യായം 26 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. തന്റെ സഹോദരന്മാരുടെ ദുരുപദേശങ്ങളിൽ നിന്നും കൊലപാതക ഗൂഢാലോചനകളിൽ നിന്നും യോസഫിനെ സംരക്ഷിച്ചവൻ, യോസഫിനെ കുഴിയിൽ നിന്ന് രക്ഷിച്ചവൻ, ദുഷിച്ച കണ്ണുകളിൽ നിന്നും അസൂയയുടെ ആത്മാവിൽ നിന്നും നിങ്ങൾക്കെതിരായ എല്ലാ ദുഷിച്ച പദ്ധതികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. അവൻ നിന്റെ തല ഉയർത്തി നിന്നെ ഉയർത്തും. സിംഹവും കരടിയും ഗോലിയാത്തിനെ ശൗലിനെ പോലെയുള്ള ദുഷ്ടന്മാരും ദാവീദിനെതിരെ വന്നെങ്കിലും യഹോവ അവനെ തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു. ദാവീദിന് മരണത്തിന്റെ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും മരണം ദാവീദിൽ നിന്ന് ഒരടി മാത്രം അകലെയായിരുന്ന സന്ദർഭങ്ങളിൽ പോലും അവനെ സംരക്ഷിക്കാൻ കർത്താവ് ശക്തനായിരുന്നു. ദൈവമക്കളെ, അതെ, കർത്താവ് നിങ്ങളെയും സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 ദിനവൃത്താന്തം 16 അധ്യായം 9 വാക്യം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും മൂടാടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 129, 130, 131 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 11 അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.